ഭാഗം 31. ദിവസങ്ങൾ കടന്നുപോയി. ആദിയെക്കുറിച്ച് മഹേഷിനോട് അന്വേഷിച്ചപ്പോ നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളതെന്ന് മാത്രം അറിഞ്ഞു. അതെങ്കിലും അറിഞ്ഞത് അലിക്ക് ആശ്വാസമായിരുന്നു. മഹേഷ് പറഞ്ഞപ്പോഴാണ് ആദി പോയിരിക്കുന്ന കേസിന്റെ സീരിയസ്നെസ് അല്ലിക്ക് മനസ്സിലായത്. അവൾക്ക് ആശ്വാസമാണ് തോന്നിയത്. ഇവിടെ നടന്ന കാര്യങ്ങളോർത്ത് വിഷമിക്കാനുള്ള സമയം പോലും അവനുണ്ടാവില്ലെന്ന് അലിക്ക് തോന്നി. ഒരു തരത്തില് അവൻ പോയി നന്നായി എന്ന് അവൾ ഓർത്തു. പക്ഷെ അടുത്ത നിമിഷം അലിയുടെ മനസ്സിൽ അവനോടുള്ള പരിഭവവും നിറഞ്ഞു. തിരിച്ചു വരുമ്പോ ഞാനും മിണ്ടില്ല, അല്ലി മനസ്സിൽ ഉറപ്പിച്ചു. അവൻ തന്നോട് ചെയ്തത് തെറ്റാണെന്ന് അറിയാമായിരുന്നിട്ടും അവനോടുള്ള സ്നേഹം മൂലം എല്ലാം മറക്കാനും ആദിയോട് ക്ഷമിക്കാനും അല്ലി തയ്യാറായിരുന്നു. അത്രയ്ക്ക് അവൾക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ച അവഗണന തന്നിൽ നിന്ന് ആദിക്ക് ഒരിക്കലും ഉണ്ടാവരുതെന്ന് അല്ലി ആഗ്രഹിച്ചിരുന്നു. ആദിയുടെ ഒപ്പമുള്ള നല്ല ഓർമ്മകൾ മാത്രമായിരുന്നു അല്ലിക്ക് കൂട്ട്. ഒരു തവണ പോലും അവൾക്ക് ആദിയോട് ദേഷ്യം തോന്നിയില്ല. അവൻ അവൾക്ക് കൊടുത്ത സ്നേഹവും അങ്ങനെയുള്ളതായിരുന്നു. ആദ്യ പോയിട്ട് ഇപ്പൊ 1 മാസത്തോളം ആവാറായി. ആ 1 മാസം എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് അല്ലിക്ക് ഇപ്പോഴും അറിയില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ വെച്ച് അല്ലി തലകറങ്ങി വീണു. സ്കൂളിലെ ടീച്ചേഴ്സ് ഉടനെ തന്നെ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചു. അല്ലിക്ക് ബോധം വന്നതും കൂടെ ആലി ഉണ്ടായിരുന്നു. നീ എന്താ ഇവിടെ? അല്ലി ചോദിച്ചു. ഞാൻ നിന്നെ കോൾ ചെയ്തതായിരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്ത ടീച്ചേഴ്സാണ് നീ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞത്. നീ ഒന്നും കഴിക്കാറില്ലേ പെണ്ണെ? എന്തൊരു കോലമാണിത്, പകുതി ആയല്ലോ നീ? ആലി സങ്കടത്തോടെ ചോദിച്ചു. പിന്നെ ഇതിന് സ്ലിം ബ്യൂട്ട് എന്ന് പറയും, നിനക്ക് അസൂയ. അല്ലി അവശതയിലും ആലിയെ കളിയാക്കി. പിന്നീട് ഈ അസ്ഥിക്കോലം നോക്കിയല്ലേ എനിക്ക് അസൂയപ്പെടാൻ, വേറെ ആരെയും കിട്ടിയില്ല. ആലിയും വിട്ടുകൊടുത്തില്ല. അപ്പോഴേക്കും ഡോക്ടർ വന്നതുകൊണ്ട് അവര് വഴക്ക് നിർത്തി. ഹലോ അല്ലി, ഹൗ ആർ യു? ഡോക്ടർ ചോദിച്ചു. ഐ എം ഫൈൻ ഡോക്ടർ, അല്ലി പറഞ്ഞു. എന്നായിരുന്നു അലിയുടെ ലാസ്റ്റ് പീരിയഡ്? ഡോക്ടർ ചോദിച്ചു. ലാസ്റ്റ് 24th ഡോക്ടർ, അല്ലി പറഞ്ഞു. അവളുടെ പുരുകൊന്ന് ചുളിഞ്ഞു. ഇപ്പോ 12 days ലേറ്റ് അല്ലേ? ഒന്ന് പ്രഗ്നൻസി ചെക്ക് ചെയ്തേക്കാം അല്ലേ? ബ്ലഡ് എടുത്തേക്കാം, ഡോക്ടർ ചോദിച്ചതും അലിയുടെ നെഞ്ചൊന്ന് ആളിപ്പോയി. അവളുടെ കൈകൾ ആ വയറിനെ പൊതിഞ്ഞു പിടിച്ചു. ഡോക്ടർ ബ്ലഡ് എടുത്ത് പോയതും ആലി അലിയുടെ അടുത്തേക്ക് ചെന്നു. IBS പണി പറ്റിച്ചോ അല്ലി? ആലി ചോദിച്ചു. എനിക്കറിയില്ല ആലി, പക്ഷെ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. ചിലപ്പോ. അലിയുടെ കൈകള് പിന്നെ ആ വയറിനെ പൊതിഞ്ഞു. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ സാമിച്ചിനൊന്ന് വിളിച്ച് പറയട്ടെ. ആലി വേഗം പുറത്തേക്ക് ഇറങ്ങി. ആലി പോയതും അല്ലി ആദിയെക്കുറിച്ച് ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. നമ്മുടെ കുഞ്ഞു വന്നിട്ടുണ്ടാവും ആദ്യേട്ടാ? അല്ലി അവനോടെന്ന പോലെ ചോദിച്ചു. ട്രിപ്പ് തീർന്നപ്പോഴേക്കും ഡോക്ടർ റിസൾട്ട് കൊണ്ടുവന്നിരുന്നു. അല്ലി ആകാംക്ഷയോടെ അവരെ നോക്കി. കൺഗ്രാറ്റ്സ് അലങ്കൃത, യു ആർ പ്രഗ്നന്റ്. ഡോക്ടർ പറഞ്ഞത് കേട്ട് അലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കൈകള് വയറിനെ വീണ്ടും പൊതിഞ്ഞു പിടിച്ചു. 1.5 മാസം വളർച്ചയുണ്ട്, റെസ്റ്റ് വേണം കേട്ടോ. ഇപ്പൊ വൈറ്റമിൻ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ് ഉണ്ട്, ഇപ്പൊ അത് മതി. 1 മാസം കൂടി കഴിഞ്ഞാൽ സ്കാനിങ്ങിന് വരണം, ഡോക്ടർ അവളോട് പറഞ്ഞു. ഓക്കെ ഡോക്ടർ. ട്രിപ്പ് തീർന്നതല്ലേ, ഡിസ്ചാർജ് എഴുതിയേക്കാം, ഡോക്ടർ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. ഡോക്ടർ പോയതും അല്ലി കരയാൻ തുടങ്ങി. എന്തു പറ്റി അല്ലി? സന്തോഷമുള്ള കാര്യമല്ലേ, നീ എന്തിനാ കരയുന്നേ? ആലി ചോദിച്ചു. ഇക്കാര്യം ആദ്യം അറിയേണ്ടത് ആദ്യേട്ടനായിരുന്നില്ലേ ആലി? എന്നിട്ട് ഇപ്പൊ നോക്കിയേ, ഏറ്റവും അവസാനം ആദ്യേട്ടൻ അറിയുന്നത്, ആലി വിഷമത്തോടെ പറഞ്ഞു. നിന്റെ ആദ്യേട്ടൻ തന്നെ വരുത്തി വെച്ചതല്ലേ? എന്നിട്ട് അവളിരുന്ന് മൂങ്ങുന്നു. ഇനി കരഞ്ഞു വരുന്ന കുഞ്ഞിന് വല്ലതും വരുത്താനാണോ? ആലിക്ക് ദേഷ്യം വന്നു. അത് കേട്ടതും അല്ലി വേഗം കരച്ചിൽ നിർത്തി. കുറച്ചു കഴിഞ്ഞതും സാം അങ്ങോട്ട് വന്നു. അവന്റെ കാറിനാണ് അല്ലി അവര് ഫ്ലാറ്റിലേക്ക് ആക്കിയത്. അല്ലി ഫ്ലാറ്റിലേക്ക് കയറിയതും സാം ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിലേക്ക് പോകുന്നത് കണ്ട് അല്ലി ആലിയോട് കാര്യം ചോദിച്ചു. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇന്നു മുതൽ അവിടെയാ താമസിക്കുന്നത്, ആലി പറഞ്ഞു. എന്താ? അല്ലി അത്ഭുതത്തോടെ ആലിയെ നോക്കി. നോക്കണ്ട, എന്റെ മാത്രം തീരുമാനം ആയിരുന്നില്ല, സാമിച്ചനായിരുന്നു ഇങ്ങനൊരു ഐഡിയ പറഞ്ഞത്, ആലി പറഞ്ഞു. അല്ലി അവളെ കെട്ടിപ്പിടിച്ചു. അല്ലാതെ എന്ത് ചെയ്യും, നീ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ. പിന്നെ ഇക്കാര്യം കുറെ നാളായിട്ട് ഞാൻ ആലോചിക്കുന്നതാണ്, ഇപ്പോഴേ നടന്നേ ഉള്ളൂ, ആലി അല്ലിയോട് പറഞ്ഞു. അല്ലി ആലിയുടെ കവിളിൽ ഉമ്മ വെച്ചു. അയ്യേ, പോയി നിന്റെ IPSന് കൊടുക്കല്ലി. അവള് കവിള് തുടച്ചു. അല്ലിയുടെ മുഖം മങ്ങിപ്പോയി. ആലി എപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് ഓർത്തത്. എടാ അല്ലി, ഞാൻ ഓർക്കാതെ പറഞ്ഞതാ, സോറി. സാരില്ല, നീ ചെല്ല്, അല്ലി അവളോട് പറഞ്ഞു. നീ ചെന്ന് റെസ്റ്റ് എടുക്ക്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാം, ആലി പറഞ്ഞു.
നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് അല്ലി അവള് പറഞ്ഞത് കേട്ടു. റൂമിലെ ആദിയുടെ ഫോട്ടോയുടെ മുന്നിൽ ചെന്ന് ആദിയുടെ വിശേഷങ്ങൾ പറഞ്ഞു അല്ലി. ആദിയുടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ഒരുപാട് സന്തോഷമായനല്ലേ. എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത സന്തോഷമായിരിക്കും അല്ലേ. എന്തിനാ പോയത് ആദിയേട്ടാ? അതല്ലേ ഈ സന്തോഷ വാർത്ത അറിയാൻ കൂടെ ഇല്ലാതെ പോയത്. അവളോടൊക്കെ പറയാന്നില്ലേ സ്വന്തം എന്ന് പറയാൻ ഒരാൾ കൂടെ വരുന്നുണ്ടെന്ന്. ആദ്യേട്ടന് എന്നെ കുറിച്ച് അറിയണ്ടേ. നമ്മുടെ നമ്മുടെ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആക്കല്ലേ ചക്ക. നമ്മൾ രണ്ടുപേരും അവന്റെ കൂടെ വേണം. അധികം വൈകാതെ എന്റെ അടുത്തേക്ക് വരില്ലേ. കുറച്ചു നേരം അങ്ങനെ നിന്നിട്ട് അവൾ ബെഡിലേക്ക് കയറി കിടന്നു. ഏറെ നേരം കഴിഞ്ഞാണ് അല്ലി ഉറക്കത്തിൽ എഴുന്നേറ്റത്. വേഗം ഒന്ന് ഫ്രഷായി പുറത്തേക്ക് എന്നതും ഹോളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചെറിയച്ഛനും ചെറിയമ്മയും ഒക്കെ. അല്ലിയെ കണ്ടതും അമ്മ ഓടി വന്ന് അല്ലിയുടെ കയ്യിൽ പിടിച്ചു. ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല അല്ലി. ഇപ്പൊ നീ ഒറ്റയ്ക്കല്ല, ഒരാളുകൂടി ഉണ്ട്. വീട്ടിൽ നിന്നാ മതി, നന്ദിനി പറഞ്ഞു. അല്ലി ദയനീയമായി അച്ഛനെ നോക്കി. അമ്മയോട് മറുത്തൊന്നും പറയാതെ അവൾ അച്ഛന്റെ അടുത്തിരുന്നു. നന്ദിനി കിച്ചണിലേക്ക് പോയതും അവൾ അച്ഛനോട് തനിക്ക് ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും അമ്മയെ സമ്മതിപ്പിക്കാൻ അവൾ അച്ഛനോട് കെഞ്ചി. അനിക്ക് അലിയുടെ ഇഷ്ടത്തെക്കാൾ വലുതായി ഒന്നും ഉണ്ടായിരുന്നില്ല. നന്ദിനിയോട് സംസാരിക്കാമെന്ന് അനി പറഞ്ഞു. അനി കുറെ പറഞ്ഞിട്ടാണ് നന്ദിനി ഇക്കാര്യം സമ്മതിച്ചത്. ഗർഭിണിയായ അല്ലിയെ ഒറ്റയ്ക്കാക്കി പോവാൻ നന്ദിനിക്ക് ഒട്ടും മനസ്സിലായിരുന്നു. അവസാനം ആലി കൂടെ പറഞ്ഞത് തൊട്ടടുത്ത് അവളുള്ള വിശ്വാസത്തില് നന്ദിനി സമ്മതിച്ചു. തിരികെ പോകുമ്പോഴും നന്ദിനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ലായിരുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഉറപ്പായും വീട്ടിലേക്ക് വന്നോളാം എന്ന് അല്ലി അമ്മയ്ക്ക് ഉറപ്പ് കൊടുത്തു. അല്ലിയുടെ വിവരം അറിഞ്ഞ് അച്ഛമ്മയും രാമച്ചനും ചെറിയച്ഛനും ലച്ചുവും കൂടി അല്ലിയെ കാണാൻ വന്നു. അല്ലിയെ കണ്ടതും അച്ഛമ്മയ്ക്ക് സങ്കടമായിരുന്നു. അല്ലിയുടെ ഈ അവസ്ഥയിൽ ആ ഒറ്റയ്ക്കായത് അവരൊക്കെ കാരണമാണെന്ന് പറഞ്ഞ് അച്ഛമ്മ കരഞ്ഞു. രാമച്ചനും അല്ലിയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷെ അല്ലി അവരെയൊക്കെ സമാധാനിപ്പിച്ചു. അന്നത്തെ പ്രശ്നം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മാലതി അവിടെ നിന്ന് പറഞ്ഞയച്ചുവെന്ന് അച്ഛമ്മ അല്ലിയോട് പറഞ്ഞു. രാമച്ചൻ ഡിവോഴ്സ് ചെയ്യാനുള്ള പെറ്റീഷൻ കൊടുത്തുവെന്നും അച്ഛമ്മ അല്ലിയോട് പറഞ്ഞു. അഞ്ജലി ചെറിയമ്മയോട് ഇപ്പൊ ചെറിയച്ഛനും ലച്ചുവും പഴയതുപോലെ സംസാരിക്കാറില്ലെന്നും അച്ഛമ്മ പറഞ്ഞാണ് അല്ലി അറിഞ്ഞത്. ആദ്യത്തെ പേരിൽ എഴുതിയ സ്വത്ത് കിട്ടില്ലെന്ന് മനസ്സിലായപ്പോ രാഗിണി അപ്പച്ചിയും മഴക്കിട്ട് പോയെന്നും അച്ഛമ്മ പറഞ്ഞു. ആരൊക്കെ ഇല്ലെങ്കിലും ആദ്യം ഒന്നും തിരിച്ചു വന്നാ മതിയെന്ന് പറഞ്ഞ് അച്ഛമ്മയ്ക്ക് സങ്കടമാണ്. ആദ്യം ഉടനെ തന്നെ വരിയെന്ന് പറഞ്ഞ് അല്ലി അച്ഛമ്മയെ സമാധാനിപ്പിച്ചു. അല്ലിയോട് സ്നേഹാലയത്തിലേക്ക് നിൽക്കാൻ ചെല്ലാനായി അച്ഛമ്മ ക്ഷണിച്ചിരുന്നു. പക്ഷെ അല്ലി പിന്നൊരിക്കലും വരാമെന്ന് പറഞ്ഞ് ആ ക്ഷണവും നിരസിച്ചു. എന്നും വിളിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അച്ഛമ്മ തിരികെ പോയത്. എല്ലാവരും ഒരു ഫോൺ കോളിനപ്പുറം അല്ലിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവൾ ഈ സമയം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആള് മാത്രം അവളെ വിളിച്ചതേയില്ല. ആരുടെ മുന്നിലും തന്റെ സങ്കടം പുറത്തു കാണിച്ചില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അല്ലി ഉരുകുകയായിരുന്നു. ആദ്യം ഒന്ന് കാണാനും ആ നെഞ്ചിലൊന്ന് ചേരാനും ഉള്ള ആഗ്രഹം ഉള്ളിലൊതുക്കി അവൾക്ക് തന്നെ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. അന്ന് ഗർഭിണികളെ പോലെ അല്ലിക്ക് മോർണിംഗ് സിക്നസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് തനിയെ എല്ലാം ചെയ്യാനും കഴിഞ്ഞിരുന്നു. ആലി ആണെങ്കിൽ എപ്പോഴും അവളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും നേരിട്ട് വന്ന് അവളെ നോക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആവില്ലല്ലോ. അല്ലിയുടെ കാര്യവും അങ്ങനെ തന്നെയായിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം രാവിലെ ഉറക്കം എഴുന്നേറ്റ് അല്ലിക്ക് കഠിനമായ വയറുവേദന തോന്നി. ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും ആവാത്ത വിധം അവൾ കിടന്നുപോയി. കുറച്ചു നേരം അങ്ങനെ കിടന്നിട്ട് വയറുവേദന ഒന്ന് കുറഞ്ഞപ്പോ ബാത്റൂമിൽ ചെന്ന അല്ലി ഡ്രസ്സിലെല്ലാം ബ്ലഡ് കണ്ട് തല കറങ്ങി ബാത്റൂമിൽ വീണുപോയി. കൃതി ആദ്യ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. എന്തു പറ്റി ആദി? എന്തോ സ്വപ്നം കണ്ടു, ആദി പറഞ്ഞു. അവൻ ആകെ വിയർത്തു പോയിരുന്നു. അവൻ നെഞ്ചിൽ കൈവച്ചു. കൃതി, നീ ഓക്കെ ആണല്ലോ അല്ലേ? ഐ എം സോറി കൃതി, അവൻ സ്വയം പറഞ്ഞു. എന്താടോ ആദി, താൻ ആകെ ടെൻസ്ഡ് ആണല്ലോ. വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. പഴയ ആദിയല്ലാത്തതുപോലെ. വാട്ട് ഹാപ്പൻ? ശേഖർ ചോദിച്ചു. ഇറ്റ്സ് ഓക്കെ ശേഖർ, ഐ എം ഫൈൻ. ആദിയുടെ ശബ്ദം പോലും വിറച്ചിരുന്നു. താൻ പറയടോ ആദി, ഫോഴ്സിൽ എഫിഷ്യന്റ് ആയ ആദ്യത്തെ IPS എന്താണ് പ്രശ്നം? 1 മാസം കഴിഞ്ഞില്ലടോ ഈ കുഗ്രാമത്തില്. ഇനി എത്ര നാളെന്നറിയില്ല. താൻ പറയടോ. അങ്ങനെയെങ്കിലും ഒരു റിലീഫ് ഉണ്ടാകട്ടെ, ശേഖർ പറഞ്ഞു. ആദി ശേഖരനെ നോക്കി. അയാളുടെ വാക്കുകൾ എന്തോ ആദിയിൽ ആശ്വാസം നിറച്ചു. ആദി പറഞ്ഞു തുടങ്ങി അവന്റെ കഥ. അവന്റെ ബാല്യം, അവൻ അനുഭവിച്ച അവഗണന, IPS കിട്ടിയത്, അല്ലി അവന്റെ ജീവിതത്തിൽ വന്നത്, അനാഥനാണെന്ന് അറിഞ്ഞത്,
അവസാനം അലിയോട് ഒരു വാക്ക് പോലും പറയാതെ ഈ മിഷന് വേണ്ടി വന്നത്. എല്ലാം പറഞ്ഞതും ആദ്യ കരഞ്ഞു പോരുന്നു. ശേഖരനും വല്ലാതായിപ്പോയി. ഈ ചെറുപ്പക്കാരൻ ഇത്രയും വിഷമങ്ങൾ അനുഭവിച്ചെന്നറിഞ്ഞത് അയാളെ സങ്കടത്തിലാക്കി. പക്ഷേ തന്റെ മകളുടെ പ്രായമുള്ള ആദിയുടെ ഭാര്യയുടെ അവസ്ഥയാണ് അയാൾ ആലോചിച്ചത്. ആദി, ഇയാൾ അനുഭവിച്ചതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഇതൊക്കെ തന്റെ ഭാര്യ ഒറ്റയ്ക്കാക്കി പോയതിനുള്ള ന്യായീകരണമാവോ? ആ കുട്ടി തന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലായി. തന്റെ ദുഃഖങ്ങൾക്ക് ഒരാശ്വാസം ആ കുട്ടിയായിരുന്നില്ലേ? എന്നിട്ട് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടിയപ്പോ ആ കുട്ടിയെക്കുറിച്ച് എന്താ ആദ്യം ആലോചിക്കാതിരുന്നത്? ശേഖർ ചോദിച്ചു. അങ്ങനെയല്ല സർ, ഇങ്ങോട്ട് വരുമ്പോ 1-2 ആഴ്ച കൊണ്ട് തീർത്തിട്ട് തിരിച്ചു പോവാം എന്നാണ് ഞാനും കരുതിയത്. പക്ഷെ വന്നു കയറിയത് ഇത്രയും വലിയ പ്രശ്നത്തിലേക്കാണെന്ന് ഞാനും അറിഞ്ഞില്ലല്ലോ. ഒക്കെ മനസ്സിലായപ്പോഴേക്കും അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയായില്ലേ. ഫോൺ പോലും കയ്യിലില്ല. വരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾക്കെല്ലാം സോൾവ് ചെയ്ത് തിരികെ പോവാമല്ലോ. അത് തന്നെ സമാധാനം. അവളെ ഒന്ന് കാണാതെ, ആ ശബ്ദം കേൾക്കാതെ ഒന്ന് മരിച്ചു പോകുമോ എന്ന് പോലും തോന്നുന്നു ശേഖർ. എനിക്കറിയാം, അവളും ഇപ്പൊ ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുക. താൻ നോക്കിക്കോടോ, ആ കൊച്ചു തന്നോട് മിണ്ടില്ല. 1-2 ദിവസം അല്ല മതി, 2 മാസമാണ് താൻ മാറുന്നത്, ശേഖർ പറഞ്ഞു. അത് ശേഖറിന്റെ കൃതി അറിയാത്തതുകൊണ്ടാണ്. അവൾക്ക് എന്നോട് വഴക്കിടാൻ പറ്റില്ല. അത്രയ്ക്ക് ജീവനാണ് എന്നെ, ആദ്യ ഉറപ്പോടെ പറഞ്ഞു. അല്ലിയെക്കുറിച്ച് പറയുമ്പോ ആദ്യയുടെ വാക്കുകൾ നിറയെ അവളോടുള്ള സ്നേഹമായിരുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. താൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് ആ കുട്ടിയെ ഒന്ന് കാണാൻ എനിക്കും തോന്നുന്നുണ്ട്. ഞാനും വരും കേരളത്തിലേക്ക് ആ കുട്ടിയെ കാണാൻ, ശേഖർ പറഞ്ഞു. അല്ലിയെക്കുറിച്ച് സംസാരിച്ചിരിക്കെ അവൻ അറിഞ്ഞില്ലായിരുന്നു അവന്റെ പ്രിയപ്പെട്ടവൾ കടന്നു പോകുന്ന വേദനയെക്കുറിച്ച്.